എല്ലാവർക്കും നമസ്കാരം. ഒരു ഗുണവും കിട്ടാതെ പൊതുജനത്തിൻ്റെ നികുതി പണം കോടിക്കണക്കിന് രൂപ അനാവശ്യമായി ചെലവഴിച്ച രണ്ട് ആർഭാടങ്ങൾ പറയാം. ഒന്ന്, ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് VS അച്യുതാനന്ദനെ ക്യാബിനറ്റ് റാങ്കോടുകൂടി ഭരണപരിഷ്കാര കമ്മിറ്റി ചെയർമാനായി നിയമിച്ചു. രണ്ട്, രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് KV തോമസിനെ കേരളത്തിൻ്റെ പ്രത്യേക പ്രതിനിധിയായി ഡൽഹിയിൽ നിയമിച്ചു. കോടിക്കണക്കിന് രൂപ ഈ രണ്ട് ആവശ്യങ്ങൾക്ക് വേണ്ടി 10 വർഷം കൊണ്ട് ചെലവഴിച്ചു. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, ഈ പണം ചെലവഴിച്ചതുകൊണ്ട് കേരള സംസ്ഥാനത്തിന് എന്തെങ്കിലും ഗുണം കിട്ടിയതായി നിങ്ങളിൽ ആർക്കെങ്കിലും അറിയാവോ? അറിയാമെങ്കിൽ കമൻ്റ് ഒന്ന് എഴുതി വെക്കണേ. VS അച്യുതാനന്ദൻ ഭരണപരിഷ്കാര കമ്മിറ്റി ചെയർമാൻ ആയിരുന്നത് കൊണ്ട് ആയതുകൊണ്ട് കേരള സംസ്ഥാനത്തിന് എന്തെങ്കിലും പുതിയ പരിഷ്കാരങ്ങൾ ഭരണപരമായ കാര്യങ്ങളിൽ വന്നതായിട്ട് നിങ്ങൾക്കറിയാവോ? എന്ത് ഭരണപരിഷ്കാരം ഉണ്ടായത്? ഒരു കോപ്പും ഉണ്ടായിട്ടില്ലെന്നുള്ളതാണ് സത്യം. പിന്നെ എന്തിനാ ഈ കോടികൾ ചെലവഴിച്ചത്? ഒറ്റ കാര്യമുള്ളൂ, അങ്ങേര് ശല്യം ഉണ്ടാക്കാതിരിക്കാൻ അങ്ങേർക്കും ഒരു അപ്പകഷ്ണം അങ്ങോട്ട് എറിഞ്ഞു കൊടുത്തു. ആരുടെ കാശെടുത്താ? നമ്മുടെ കാശെടുത്ത്. അത്ര തന്നെ. കേരള സംസ്ഥാനത്തിൻ്റെ പ്രത്യേക പ്രതിനിധിയായി KV തോമസും പരിവാരങ്ങളും ഡൽഹിയിൽ വിലസിയത് കൊണ്ട് കേരളത്തിന് എന്നാ ഗുണം കിട്ടി? കേരളത്തിന് കിട്ടിയ ഒരു നയാ പൈസയുടെ ഗുണം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാമോ? കേരളത്തിലെ ജനസംഖ്യയിൽ 20 ലക്ഷത്തിൽ താഴെ ആളുകളാണ് പൊതുജനത്തിൻ്റെ നികുതിപ്പണം കൈകാര്യം ചെയ്യാൻ കഴിവുള്ള അധികാരമുള്ള രാഷ്ട്രീയക്കാരും അവരുടെ ഉദ്യോഗസ്ഥന്മാരും അവരുടെ പെൻഷൻകാരും. ഈ 20 ലക്ഷത്തിൽ താഴെയുള്ള ആളുകൾ പൊതുജനത്തിൻ്റെ നികുതിപ്പണം വീതം വെച്ചെടുക്കുന്നതിനെയാണ് കേരളത്തിൽ ഭരണമെന്ന് പറയുന്നത്. ഞാൻ പറയുന്നത് ശരിയല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ പറ. ഒരു കാര്യത്തിന് പണം മുടക്കിയാൽ അതുകൊണ്ട് നമുക്കെന്താണ് ഗുണം എന്ന് നമ്മളെല്ലാവരും ചിന്തിക്കാറില്ലേ വ്യക്തിപരമായി? ഇനി പൊതുപ്പണമാണെങ്കിലോ? ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരു മതസ്ഥാപനത്തിന്, പള്ളി ആയിക്കോട്ടെ അമ്പലമായിക്കോട്ടെ, ക്രിസ്ത്യൻ പള്ളിയോ മുസ്ലിം പള്ളിയോ അമ്പലമോ എന്തെങ്കിലും ആയിക്കോട്ടെ, അവർക്കൊരു കെട്ടിടം പണിയാം എന്ന് ചിന്തിച്ചാൽ അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന് എന്തു ഗുണമെന്ന് അവർ ചിന്തിക്കാറില്ലേ? ഒരു ഗുണവുമില്ലാത്ത ഒരു കാര്യത്തിന് കെട്ടിടം പണിയാനായി ഏതെങ്കിലും പള്ളിക്കാരോ അമ്പലംകാരോ സംഘടനകളോ തയ്യാറാവുമോ? ഒന്നെങ്കിൽ വാടക കിട്ടണം, അല്ലെങ്കിൽ സ്വന്തം കാര്യങ്ങൾ നടക്കണം. ഇതൊന്നുമില്ലാതെ കമ്മിറ്റിക്കാർക്ക് കമ്മീഷൻ അടിക്കാനായിട്ട് നിർമ്മാണം നടത്താൻ ഏതെങ്കിലും മതസംഘടനകൾ തയ്യാറാവുമോ? ഏതെങ്കിലും പള്ളിക്കാർ തയ്യാറാവുമോ? അങ്ങനെ പ്രശ്നം ഉണ്ടായാൽ അവിടെ പള്ളി അംഗങ്ങൾ അല്ലെങ്കിൽ കമ്മിറ്റി അംഗങ്ങൾ തുണിയും പറിച്ചിട്ടിട്ട് അവിടെ കിടന്ന് ചാടുമല്ലോ. ഇതിപ്പോൾ കേരളത്തിൻ്റെ മുഴുവൻ നികുതി പണവും എടുത്ത് ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പം ജനത്തോട് മറുപടി പറയാൻ കൈകാര്യം ചെയ്യുന്നവർക്ക് ബാധ്യതയില്ലേ? അങ്ങനെ ഒരു ബാധ്യതയില്ലെന്ന് രാഷ്ട്രീയക്കാർ വിശ്വസിക്കുന്നു, ഉദ്യോഗസ്ഥന്മാരും വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് VD സതീശൻ ഗവൺമെൻറ് അധികാരമേക്കുന്ന സമയത്ത് ഒരു ധവള പത്രം ഇറക്കിയല്ലോ, സംസ്ഥാനത്തിന് ഇത്ര കടബാധ്യതയുണ്ടെന്നും പറഞ്ഞ്. അന്നേരം പഴയ ധനമന്ത്രി ബാലഗോപാലൻ പറഞ്ഞതെന്നറിയോ? പൊതുജനം എന്ന കൊഞ്ഞാണ്ടന്മാർക്ക് ഇതൊന്നും അറിയേണ്ട കാര്യമില്ലെന്ന. അങ്ങനെ പൊതുജനത്തിന് ഇതറിയാനുള്ള ബാധ്യത ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പൊതുജനത്തോട് ഇതിന് മറുപടി പറയേണ്ട ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ, ഭരണപരിഷ്കാര കമ്മിറ്റി ചെയർമാനായിരുന്ന VS അച്യുതാനന്ദനെ കൊണ്ടും ഡൽഹിയിലെ കേരള സംസ്ഥാനത്തിൻ്റെ പ്രത്യേക പ്രതിനിധിയായി വിലസിയ KV തോമസിനെ കൊണ്ടും സംസ്ഥാനത്തിന് എന്തു പ്രയോജനം ഉണ്ടായി എന്ന് പൊതുജനത്തോട് മറുപടി പറയുവാൻ അവരെ നിയമിച്ചവർക്ക് ഉത്തരവാദിത്വമുണ്ട്. അവരെ നിയമിച്ചവരോട് ഈ കാര്യങ്ങൾ ചോദിക്കാൻ പൊതുജനത്തിന് ഉത്തരവാദിത്വമുണ്ട്. ഒരു ഗുണവും ഉണ്ടായിട്ടില്ല എങ്കിൽ, ഒരു ഗുണവും ഉണ്ടാകാത്ത കാര്യത്തിന് പൊതുജനത്തിൻ്റെ, ഞാനും നിങ്ങൾ ഉൾപ്പെടുന്ന പൊതുജനത്തിൻ്റെ നികുതിപ്പണം എടുത്ത് ഉപയോഗിച്ചത് തിരികെ പിടിക്കാൻ നിയമ നടപടികൾ സ്വീകരിക്കാൻ പൊതുജനത്തിനും ഉത്തരവാദിത്വമുണ്ട്. കുറച്ചാളുകളെങ്കിലും അതിനൊക്കെ തയ്യാറാകുന്നില്ലെങ്കിൽ, അതായത് വിവരാവകാശം വെക്കണം. ഇയാൾ അവിടെ പോയിരുന്നിട്ട് എന്നാ ഉണ്ടാക്കി? ഡൽഹി പോയിരുന്നിട്ടോ വിവരാവകാശങ്ങൾ വെക്ക്. നാട്ടിലുള്ളവന്മാർ മറുപടികൾ തൃപ്തികരമല്ലെങ്കിൽ അതിനെ കോടതി ചോദ്യം ചെയ്യണം. അങ്ങനെ ചെയ്താലുള്ള ഗുണം എന്നാണെന്നറിയാവോ? മുമ്പോട്ടെങ്കിലും ഈ ഒടുക്കത്തെ മുതുക്കന്മാരുടെ വീതം വയ്ക്കൽ ഒഴിവാകും. ജനാധിപത്യത്തിൽ ജനത്തിന് കാര്യങ്ങൾ അറിയാൻ അവകാശമുണ്ട്. അതിവിടെ ഇരിക്കുന്ന സകലമാന മനുഷ്യനും മനസ്സിലാക്കണം. അത് ചോദിക്കേണ്ടത് പൗരബോധമുള്ള ഓരോ പൊതുജനത്തിൻ്റെ കടമയാണ്. ഞാൻ പറയുന്നത്, നിങ്ങളിൽ നട്ടലുള്ള
അഭിമാനമുള്ള പൗരബോധമുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ രണ്ട് വിഷയങ്ങളിലും കേരള ഗവൺമെൻറ്റിനോട് വിവരാവകാശ പ്രകാരം കാര്യങ്ങൾ ചോദിക്കണം. ഒരു വെള്ളപ്പേപ്പർ ഇങ്ങെടുക്കണം, മണ്ടൽ എഴുതി വെക്കണം, 2005 വിവരാവകാശ നിയമപ്രകാരം അറിയേണ്ടുന്ന വിവരത്തിന് ഒരു വരയിടണം, താഴോട്ട് ഫ്രം എഴുതണം, നിങ്ങളുടെ പേരും അഡ്രസ്സും ഫോൺ നമ്പരും, അതിൻ്റെ താഴെ 2 എഴുതണം, ഗവൺമെൻറ് ചീഫ് സെക്രട്ടറി കേരള ഗവൺമെൻറ് ട്രിവാൻഡ്രം. എന്നിട്ട് താഴോട്ട് എഴുതി വെക്കണം അറിയേണ്ട വിഷയങ്ങൾ. 1, ഭരണപരിഷ്കാര കമ്മിറ്റി തലവനായി അച്യുതാനന്ദൻ VS അച്യുതാനന്ദൻ ഇരുന്നത് കൊണ്ട് സംസ്ഥാനത്തിന് എന്തു ഗുണമുണ്ടായി. 2, അതിൻ്റെ പേരിൽ എത്ര കോടി സംസ്ഥാനത്തിന് ചെലവുണ്ടോ. അതിൻ്റെ താഴെ എഴുതി വെക്കണം കോൺഗ്രസിൽ ജീവിച്ച് അവസാനം അലഞ്ഞു തിരിഞ്ഞ് LDFിൽ വന്നിട്ട് ഡൽഹിയിൽ കേരള സംസ്ഥാനത്തിൻ്റെ പ്രത്യേക പ്രതിനിധിയായി പോയിരുന്ന KV തോമസ് അവിടെ കിടന്ന് പരിവാരങ്ങളും വിലസിതുകൊണ്ട് സംസ്ഥാനത്തിന് എന്ത് ഗുണമുണ്ടായി, അതിൻ്റെ പേരിൽ എത്ര കോടി ചെലവായി. ഈ 2 കാര്യങ്ങൾ ഇങ്ങോട്ട് കിട്ടുമ്പം ചെലവായ കോടിയുടെ കണക്ക് മാത്രമേ കാണുകയുള്ളൂ, എന്നാ ഗുണം കിട്ടിയെന്ന് കാണുകയില്ല. കേസിന് പോകണമെന്ന് പറയുന്നത് കോടതികൾ ചോദ്യം ചെയ്യണം. ഞാൻ എന്തുകൊണ്ടാണ് ഇത് ഇത്ര ശക്തമായിട്ട് ഇപ്പോൾ പറഞ്ഞെന്നറിയോ? സോഷ്യൽ മീഡിയ പറയുന്നത് നമുക്ക് വിശ്വസിക്കാമെങ്കിൽ ഇപ്പോൾ ഭരണപരിഷ്കാര കമ്മിറ്റി ചെയർമാനായി ക്യാബിനറ്റ് റാങ്കോടുകൂടി PJ ജോസഫിനെ നിയമിക്കാൻ ആലോചിക്കുന്നു എന്ന് നമ്മൾ കേൾക്കുന്നു. കൃത്യമായ വിവരങ്ങളില്ല. സർക്കാർ എന്തു കൊള്ളരുതായിക കാണിക്കുകയാണെങ്കിലും വെളി വരുമ്പോൾ അല്ല നമ്മൾ അറിയുള്ളൂ. ഈ ആലോചനയുടെ പോലും കടക്കൽ കത്തിവയ്ക്കേണ്ടത് കേരളത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമാണ്. നിയമസഭാ ഇലക്ഷൻ്റെ സമയത്ത് വീണ്ടും മത്സരിക്കാൻ തയ്യാറായി നിന്ന PJ ജോസഫിനോട് താങ്കൾ ഈ വാർദ്ധക്യത്തിൻ്റെ അങ്ങേ അറ്റത്തെ സമയത്ത് നിലവിൽ മത്സരിക്കരുതെന്ന അതിശക്തമായ ഭാഷയിൽ ഞങ്ങൾ സോഷ്യൽ മീഡിയകളിൽ വീഡിയോകൾ ചെയ്തിരുന്നു. അതിനുശേഷമാണ് PJ ജോസഫ് മത്സര ആഗ്രഹത്തിൽ നിന്ന് പിന്മാറിയതും മകനെ മത്സരിപ്പിക്കുകയും ചെയ്തത്. അദ്ദേഹത്തിൻ്റെ മകൻ അബു ജോൺ ജോസഫ് മത്സരിക്കുകയും ജയിക്കുകയും ഇപ്പോൾ കേരളത്തിൻ്റെ ചീഫ് വിപ്പ് ആകുകയും ചെയ്തു. ഞാൻ നിങ്ങളോട് വീണ്ടും ഒരു കാര്യം ചോദിക്കട്ടെ. ഈ ചീഫ് വിപ്പും ക്യാബിനറ്റ് റാങ്കിലുള്ള ആളാണ്. ഈ ചീഫ് വിപ്പിനെ കൊണ്ട് സമൂഹത്തിന് എന്നാ ഗുണം? നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാമോ ഇതുകൊണ്ട് എന്തെങ്കിലും ഒരു ഗുണമുണ്ടെന്ന്? ക്യാബിനറ്റ് റാങ്ക് ഉള്ളത് കൊണ്ട് ഒരു ഘടകകക്ഷിയുടെ നേതാവിനൂടെ സുഖിക്കാം എന്നല്ലാതെ പൊതുജനത്തിന് എന്തെങ്കിലും ഗുണമുണ്ടോ? ചീഫ് വിപ്പിനെ കൊണ്ട് എന്തെങ്കിലും ഒരു ഗുണമുള്ളതായിട്ട് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. മുടിഞ്ഞു മുദ്രയിട്ട് കിടക്കുന്ന ഈ സംസ്ഥാനത്തെ എങ്ങനെ നന്നാക്കാമെന്നല്ല, നിലവിൽ അധികാരം കൈയാളുന്ന 20 ലക്ഷത്തിൽ താഴെ വരുന്ന രാഷ്ട്രീയ ഉദ്യോഗസ്ഥ പെൻഷൻ അധികാര വർഗത്തിൻ്റെ ലക്ഷ്യം ഈ 3,40,00,000 വരുന്ന ബാക്കി പൊട്ടന്മാരെ, ബാക്കി പൂഞ്ഞാന്മാരെ എങ്ങനെ കളിപ്പിക്കാമെന്ന, അവരെ എങ്ങനെ സേവിക്കാമെന്നുള്ളതല്ല ഇവരുടെ ലക്ഷ്യം. ഈ 20 ലക്ഷം വരുന്ന അധികാര വർഗത്തിൻ്റെ ലക്ഷ്യം ഇവന്മാരെ എങ്ങനെ കൊള്ളയടിക്കാം, എങ്ങനെ ഇവന്മാരുടെ പോക്കറ്റിലിരിക്കുന്ന എടുക്കാന്നല്ല, ഇവന്മാരുടെ ചോരയും നീരും കൂടെ ഊറ്റിയെടുക്കുക എന്നതാണ് ഈ കണ്ണട്ടകളുടെ ലക്ഷ്യം. സംശയമുണ്ടോ? കേരളത്തിൻ്റെ ഒരു പൊതുവികാരം എന്താണെന്നറിയാവോ? അതായത് കട്ടതിൻ്റെ വീതം നിങ്ങൾക്കൂടെ തരാം, ശബ്ദിക്കരുത്. ഞങ്ങളുടെ വീഡിയോയുടെയൊക്കെ അടി ചിലപ്പോൾ ചിലരൊക്കെ കയറി കമൻ്റ് എഴുതി വെക്കാറുണ്ട്, നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികളുടെ സമയത്ത് ഞങ്ങൾ നിങ്ങൾക്കൊരു വീതം തന്നില്ലേ, അതുകൊണ്ട് മേലിൽ മിണ്ടരുത്. അങ്ങനെ എഴുതി വെക്കുന്നവരോട് പറയട്ടെ, എനിക്കിപ്പോൾ 55 വയസ്സുണ്ട്, എനിക്കിനി സർക്കാർ ജോലി ലഭിക്കുകയില്ലെന്ന് എനിക്ക് അറിയുകയും ചെയ്യാം, കൃത്യമായിട്ടറിയാം. അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ പെൻഷനും ലഭിക്കുകയില്ല. പിന്നെ ഞാൻ എന്തിനു പറയുന്നു എന്ന് ചോദിച്ചാൽ, സമൂഹത്തിന് വേണ്ടി ആരെങ്കിലും ഒക്കെ പറയുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെ ഈ സമൂഹം നിലനിൽക്കും? കമൻ്റ് എഴുതി വെക്കുന്നവരോടാണ് ചോദിക്കുന്നത്. എല്ലാവരും ചേർന്ന് കക്കുകയോ കക്കുന്നതിൻ്റെ വീതം വാങ്ങുകയോ ചെയ്തിട്ട് മിണ്ടാതിരിക്കുകയാണെങ്കിൽ നാളെ ഈ സംസ്ഥാനത്തിൻ്റെ ഗതി എന്താകും എന്ന് കമൻ്റ് എഴുതി വിടുന്നവർ ഗൗരവമായിട്ടൊന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. എനിക്ക് വ്യക്തിപരമായ നേട്ടത്തിന് വേണ്ടിയൊന്നുമല്ല ഞാൻ ഈ പറയുന്നത്, അത് സാമാന്യ ബോധമുള്ളവരെങ്കിലും മനസ്സിലാക്കണം. കഴിഞ്ഞ 5 വർഷം പിണറായി വിജയൻ ഗവൺമെൻറ് എന്തുകൊണ്ടാണ് അഴിഞ്ഞാടിയതെന്ന് നിങ്ങൾക്കറിയാവോ? പ്രതിപക്ഷവും പ്രതിപക്ഷ നേതാവും എല്ലാവിധ സപ്പോർട്ടും കൊടുത്തതുകൊണ്ടാണ്. അന്നത്തെ പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷവും ഇന്നത്തെ മുഖ്യമന്ത്രിയും ഭരണപക്ഷവുമായി 10 വർഷം അവർക്ക് എല്ലാവിധ പിന്തുണയും പ്രതിപക്ഷത്തിരുന്ന് നൽകിയത് കൊണ്ട് അന്നത്തെ പ്രതിപക്ഷം ഇന്ന് പ്രതിപക്ഷത്തിരിക്കുമ്പം എല്ലാവിധ പിന്തുണയും ഭരണപക്ഷത്തിന് നൽകുന്നു. ഇതല്ലേ സത്യത്തിൽ കേരളത്തിൽ നടക്കുന്നത്? ജീവിതകാലം മുഴുവൻ കോൺഗ്രസിൻ്റെ നന്മകൾ അനുഭവിച്ച KV തോമസ്
മറുകണ്ഠം ചാടി LDF ചെന്നപ്പോൾ അയാളെ ക്യാബിനറ്റ് റാങ്കോടുകൂടി കേരളത്തിൻ്റെ പ്രത്യേക പ്രതിനിധിയായി ഡൽഹിയിൽ നിയമിച്ചപ്പോൾ എന്തുകൊണ്ട് അന്നത്തെ പ്രതിപക്ഷമായ UDF-ഉം അതിൻ്റെ നേതാവായ VD സതീശനും ആ നിയമനത്തെ ശക്തിയുക്തം എതിർത്തില്ല? എന്തുകൊണ്ട് കേസുമായി കോടതിയിൽ പോയില്ല? ഇതാണ് ഭരണ പ്രതിപക്ഷം തമ്മിലുള്ള സീറ്റിംഗ് അഥവാ അഡ്ജസ്റ്റ്മെന്റ്. അത് തന്നെയാണ് നമ്മൾ ഇപ്പോഴും ഭരണത്തിൽ കാണുന്നത്. ആണോ അല്ലയോ എന്ന് നിങ്ങൾ പറ. സംസ്ഥാനത്തെ രാഷ്ട്രീയ ഉദ്യോഗസ്ഥ പെൻഷൻകാരായ 20 ലക്ഷത്തിൽ താഴെ വരുന്ന ആളുകൾ സംസ്ഥാനത്തിൻ്റെ നികുതി വരുമാനം തികയാത്തത് കൊണ്ട് വൻതുക ലോണും കൂടെ എടുത്ത് വീതം വയ്ക്കുകയാണെന്നുള്ള യാഥാർത്ഥ്യം എന്തുകൊണ്ട് മലയാളികൾ ശക്തിയുക്തം ചർച്ച ചെയ്യുന്നില്ല? എന്തുകൊണ്ട് മലയാളികൾ ഇതിനെതിരെ കോടതികളിൽ കേസിന് പോകുന്നില്ല? എന്തുകൊണ്ട് പൊതുജനങ്ങൾ ഇതിനെതിരെ പ്രതികരിക്കുന്നില്ല? ഒരുത്തൻ ഞങ്ങളുടെ വീഡിയോയ്ക്കടി കഴിഞ്ഞ ദിവസം കമൻ്റ് എഴുതി വെച്ചു, താങ്കൾ പെൻഷൻകാരുടെ പെൻഷൻ ഓർത്ത് ഉറക്കമില്ലാതെ രാത്രികൾ തള്ളി നീക്കുന്നു. എഴുതിയ ആളിനോട് ഞാൻ പറയട്ടെ, എനിക്ക് ഒരുറക്കക്കുറവുമില്ല. കട്ടിൽ കണ്ടാൽ ആ സെക്കൻഡ് ഞാൻ ഉറങ്ങും. കാരണം എനിക്കിപ്പോൾ 55 വയസ്സുണ്ട്. എൻ്റെ ജീവിതത്തിൽ മുന്നോട്ടുള്ള ചുരുക്കം വർഷങ്ങൾ ഞാൻ എങ്ങനെയും കടന്നു പോകും. ഇനി അതോർത്താരും ഭാരപ്പെടണ്ട. 70 അല്ല 80, 70 കഴിഞ്ഞാൽ എന്നത്തിന് കൊള്ളാം, ചുമ്മാ വായും പൊളിച്ചിരിക്കാം. കഴിഞ്ഞ സംസ്ഥാന ബഡ്ജറ്റിൽ സംസ്ഥാനത്തിൻ്റെ നികുതി വരുമാനം 92,002 കോടി, നികുതി ഇതര വരുമാനം 18,760 കോടി, കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്നത് 49,288 കോടി, കടമെടുക്കുന്നത് 56,405 കോടി, ആകെ 2,23,455 കോടി. അതിനകത്ത് റവന്യൂ ചെലവ്, വാക്കോർത്തോണം, റവന്യൂ ചെലവ് രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥന്മാരും പെൻഷൻകാരും കൂടെ തിന്നുന്നതും ദൂർത്തടിക്കുന്നതുമായ ചെലവ് 2,05,002 കോടി. ബാക്കിയുള്ളത് 18,453 കോടി. അതായത് ഉദ്ദേശിക്കുന്നത് പോലെ എല്ലാം പിരിഞ്ഞ് കിട്ടിയാൽ ബാലൻസ് 3,40,00,000 ജനങ്ങൾക്കുള്ളത് 18,453 കോടി. പിരിഞ്ഞ് കിട്ടിയില്ലെങ്കിൽ അഥവാ അല്ലെങ്കിൽ പിരിവ് കുറഞ്ഞു പോയാൽ 3,40,00,000 കൊഞ്ഞാണന്മാരുടെ കാര്യം ഗോപി. അല്ലെങ്കിൽ ന്യൂ ജനറേഷൻ പിള്ളേരുടെ ഭാഷയെ പറഞ്ഞാൽ 3G. ഇച്ചിലൂടെ അങ്ങ് വിട്ടു പറഞ്ഞാൽ മൂഞ്ചി മൂഞ്ചി മൂഞ്ചി. ഇനി സദാചാര മുതുക്കന്മാരോടും മുതുക്കിമാരോടും പറയട്ടെ, മൂഞ്ചി എന്ന വാക്ക് പുതിയ തലമുറയ്ക്ക് ആകാശം ഇടിഞ്ഞു വീഴുന്ന വാക്കൊന്നുമല്ല. ഈ പുതിയ തലമുറ കുട്ടികളോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവരുടെ ക്വാളിറ്റി എന്താണെന്ന് മനസ്സിലാക്കുന്നത് എന്താണെന്നറിയോ? അവർ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയും. അവനവൻ്റെ കാര്യത്തിൽ എല്ലാവിധ തോന്നിവാസവും കാണിച്ചിട്ട്, സർവീസിലിരിക്കുമ്പോൾ കൈക്കൂലിയും കൊള്ളരുതായ്മയും എല്ലാം കാണിച്ചിട്ട്, പെൻഷനായി വെളിയിലിറങ്ങുമ്പോൾ ജനസേവനത്തിനായി ആകുന്ന ഒരു സംവിധാനമുണ്ട്, ആം ആദ്മി. എന്തുകൊണ്ടാണ് ഈ ആം ആദ്മി കേരളത്തിൽ മുടിഞ്ഞു പോയെന്നറിയാമോ? ഈ സർവീസിൽ നിന്ന് ഇറങ്ങിയ കൊള്ളുതലാത്തന്മാർ 90% ഇതിൻ്റെ തലപ്പത്തോട്ട് വന്നോണ്ടാ. ഈ പിള്ളേർ ചെയ്തെന്ന് പറയും, ചെയ്തില്ലെങ്കിൽ ചെയ്തില്ലെന്നും പറയും. നിങ്ങൾ കേട്ടിട്ടില്ലേ? അല്ലെങ്കിൽ വീഡിയോകളിൽ കണ്ടിട്ടില്ലേ? കൈക്കൂലി മേടിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ പിടിക്കുമ്പോൾ അവന്മാർ പറയുന്ന, അയ്യോ അത് ഞാനല്ല. കൈ മറ്റേ കെമിക്കൽ വെള്ളത്തിൽ മുക്കി കളറ് മാറി നിൽക്കുമ്പോഴും അവന്മാർ പറയുന്ന, അയ്യോ ഇത് ഞങ്ങളല്ല. പിന്നെ ഇവന്മാരുടെ കാരണവന്മാരാണ് ഈ മേടിക്കുന്നത്. തമിഴ്നാട്ടിൽ 100 രൂപ കൈക്കൂലി മേടിച്ചവനെ പറഞ്ഞ് വീട്ടിൽ വിട്ടു. ഇവിടെ വില്ലേജ് ഓഫീസർ കൈക്കൂലി മേടിച്ച് കഴിഞ്ഞാൽ അവന് 1 മാസം കഴിയുമ്പോൾ അവൻ തഹസീൽദാറായിട്ടാണ് വരുന്നത്. ഈ മണ്ടയിലിരിക്കുന്ന നാറിയവന്മാർ കാണിച്ചു വിടുന്ന എന്നാണ് ഇതിനൊക്കെ പറയേണ്ടത്? തമിഴ്നാട്ടിൽ കൈക്കൂലി പിടിച്ചു കൊടുത്താൽ 1,00,000 രൂപ കൊടുക്കുമെന്ന് പറഞ്ഞു. ഇവിടെ പറഞ്ഞ 5,000 രൂപ. ഇപ്പം തന്നെ കണ്ടില്ലേ, ഒരുത്തനെ കാണിച്ചു കൊടുത്താൽ ഓട്ടോറിക്ഷക്കാരന് 1,00,000 രൂപ കൊടുക്കുന്നത്. ഇനി ആ ഓട്ടോറിക്ഷക്കാരൻ്റെ നാട്ടിൽ ജീവിക്കാൻ പറ്റുമോ? ഇത് കൂട്ട് കൊണച്ച ഇടപാടാണ് കേരളത്തിലുള്ളത്. അഴിമതി തലപ്പത്ത് മുതൽ താഴെത്തട്ട് വരെ എത്തിയപ്പോഴും ഒരുത്തനും പ്രതികരിക്കുന്നില്ല. മലയാളി ഒരുമാതിരി ഫ്രീസറിൽ വെച്ച ആ ചൂരയുടെ കണക്ക് വടി പോലെ ഇരിക്കുക, ഒരനക്കോ ഇല്ല ഒരുത്തനും. എന്തുകൊണ്ടാണെന്നറിയാമോ ആരും പ്രതികരിക്കാത്തത്? പണ്ടൊക്കെ ഭരണപക്ഷം കട്ടാൽ പ്രതികരിക്കാൻ പ്രതിപക്ഷം ഉണ്ടായിരുന്നു. എന്നാൽ ലജ്ജാകരം എന്ന് പറയട്ടെ, ഇന്ന് അതില്ല. കാരണം കക്കുന്നതിൻ്റെ ഒരു വീതം കൃത്യമായിട്ട് എല്ലാവർക്കും ലഭിക്കും. അത് വീതം വെച്ച് അങ്ങ് കൊടുത്തേക്കുക. പിന്നെ എന്നത്തിനെ ബഹളം വെക്കുന്നത്? പോയി ഇരുന്ന് ഉറങ്ങുക. ഭരണപക്ഷമാണെങ്കിൽ, പ്രതിപക്ഷമാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് ഒരു തെറിയും വിളിക്കുക. അത്രേ ഉള്ളൂ നിയമസഭയിൽ. നിങ്ങൾക്കറിയാവോ, ഈ 10 വീലുള്ള ടോറസ് ലോറി കണ്ടിട്ടില്ലേ? അതായത് ഈ വലിയ കല്ലും മണ്ണും മിറ്റിലൊക്കെ കയറ്റിക്കൊണ്ട് പോകുന്ന ടോറസ് ലോറി 600 കുക്കടി അളവുള്ളത്. അതിന് പെർമിറ്റ് 16 ടണ്ണേ ഉള്ളൂ. ആ ലോറി കയറ്റിക്കൊണ്ട് പോകുന്ന പാറയും ഉൽപ്പന്നങ്ങളും 35 മുതൽ 40 ടൺ വരെ തൂക്കം. നമ്മുടെ ഗ്രാമീണ റോഡുകൾക്ക് ഈ ഭാരം താങ്ങാൻ ശേഷിയില്ല.
ഇങ്ങനത്തെ ടോറസ് ഫുൾ ലോഡും കൊണ്ട് പോകുമ്പോൾ റോഡുകൾ ഇങ്ങനെ പിരിച്ച് പറിച്ചോണ്ടാണ് പോകുന്നത്. ഗ്രാമീണ റോഡുകളെല്ലാം തകർന്ന് തരിപ്പണമായി പോകുന്നത് അതിനുള്ള ശേഷിയില്ലാത്ത റോഡുകളിൽ കൂടെ ഇത്രയും വലിയ ലോഡ് പോകുന്നുണ്ടാണ്. ഈ ലോറികൾ പെർമിറ്റിൻ്റെ ഇരട്ടി ലോഡ് കയറ്റുന്നത് ഇവിടുത്തെ അധികാരികൾക്ക് അറിയാൻ മേലായിട്ടാണോ? എന്തുകൊണ്ടാണ് അധികാരികൾക്ക് അറിയാമെങ്കിലും ഈ ലോറികൾ ഇവിടുന്ന് ഓടുന്നത് നിങ്ങൾക്കറിയാമോ? കൃത്യമായ വീതം സമയാസമയങ്ങളിൽ എല്ലാ സ്ഥലത്തും എത്തുന്നുണ്ട്. ഈ ലോറികൾക്ക് 40 ടണ്ണ് ലോഡിന് പെർമിറ്റ് അങ്ങ് കൊടുത്താൽ ഈ നികുതി സർക്കാർ ഖജനാവിലേക്ക് വരും. അങ്ങനെ വന്നാൽ കൈക്കൂലിയുടെ വീതം അധികാരവർഗത്തിന് കൃത്യമായി വരികയില്ലാത്തത് കൊണ്ട് അവന്മാരത് കൊടുക്കുകയില്ല. 35-40 ടണ്ണ് പെർമിറ്റ് കൊടുത്താൽ ഈ വാഹനങ്ങൾക്ക് ഇന്ന് കൊടുക്കുന്ന കൈക്കൂലിയിലും കുറഞ്ഞ തുക ടാക്സായി അടച്ചാൽ ആരെയും പേടിക്കാതെ വാഹനം ഓടിക്കാം. പക്ഷേ അധികാരവർഗം എന്ന 20 ലക്ഷത്തിൽ താഴെ വരുന്ന ചട്ടകൾ ഇതിന് സമ്മതിക്കുകയില്ല. നിയമത്തിൻ്റെ ചട്ടങ്ങളെ എങ്ങനെയാക്കിയാൽ ജനത്തിനെ ആസൂത്രിതമായി പിഴിയാമെന്ന് 20 ലക്ഷം അധികാരവർഗത്തിന് അറിയാം. ഞാൻ പറയുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ വരുമാനം മുഴുവൻ ഈ 20 ലക്ഷത്തിൽ താഴെ വരുന്ന അധികാരവർഗം വീതിച്ചെടുക്കുക. കൂടാതെ 3,40,00,000 പൊതുജനത്തിൻ്റെ ഉപജീവന മാർഗങ്ങൾ ഓരോരോ നിയമത്തിൻ്റെ ചട്ടങ്ങൾ പറഞ്ഞു കൊള്ളയടിച്ചുകൊണ്ടിരിക്കുക. എന്തുകൊണ്ട് പൊതുജനം ഇത് കൃത്യമായി മനസ്സിലാക്കുന്നില്ല? എന്തുകൊണ്ട് ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കുന്നില്ല? ഒറ്റ ഉത്തരമേ ഉള്ളൂ: അന്ധമായ രാഷ്ട്രീയ അടിമത്തം, അല്ലെങ്കിൽ ഭയം. ഇനി ഭയപ്പെടുന്ന മൊണ്ണകളോട് ഞാൻ പറയട്ടെ, ജീവിതം ഒന്നേ ഉള്ളൂ, മരണം ഒരിക്കലേ ഉള്ളൂ. ഭൂമിയുടെ ചരിത്രത്തിൽ ഒരുത്തൻ 2 പ്രാവശ്യം മരിച്ചിട്ടില്ല. ദൈവം നിശ്ചയിക്കുന്ന സമയത്ത് ഏത് പൊത്തിപ്പോയി ഒളിച്ചിരുന്നാലും മരണം സംഭവിക്കും. അതിനിപ്പോൾ ആസ്റ്റർ മെഡിസിറ്റിയിലെ ICUവിനകത്താണേലും മരണം സംഭവിക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, പൊതുജനമായ 3,40,00,000 ഗുണമില്ലാത്ത ഒരു നിയമനങ്ങളും കുഴിയിലേക്ക് കാലും നീട്ടിയിരിക്കുന്ന പടുകളവന്മാർക്ക് അനുവദിച്ചു കൊടുത്തിട്ട് സംസ്ഥാനത്തിൻ്റെ നികുതിപ്പണം 1 രൂപ പോലും അനാവശ്യമായി ചെലവാക്കാൻ ഈ കടുത്ത സാമ്പത്തിക അവസ്ഥയിൽ നിൽക്കുന്ന സംസ്ഥാനത്ത് പൊതുജനമായ നമ്മൾ അനുവദിക്കരുതെന്ന് നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. കാരണം കേരളത്തിൽ കുറേ വർഷമായി ഭരണ പ്രതിപക്ഷങ്ങൾ ഒന്നാണ്. പൊതുജനം മാത്രമേ ഉള്ളൂ എന്നും ആ പൊതുജനത്തിന് വേണ്ടി നിയമസഭയിൽ പ്രതികരിക്കാൻ ഒരു പ്രതിപക്ഷം ഇല്ല എന്നും നാം ഓർക്കണം. സത്യത്തിൽ പ്രതിപക്ഷ നേതാവായിട്ടൊരു ചെറുപ്പക്കാരനെയല്ലേ വേണ്ടത്? കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം തന്നെ അതിൻ്റെ മറുഭാഗം ചിന്തിച്ച് കണ്ടുപിടിച്ച് മറുപടി പറയാൻ ശേഷിയുള്ള ഒരാളെയല്ലേ വേണ്ടത്? ഇപ്പോൾ ഭരണപക്ഷം എന്ത് കാണിച്ചാലും അവർ പറയുന്നത് കഴിഞ്ഞ 10 കൊല്ലം നിങ്ങൾ അങ്ങനെയല്ലേ കാണിച്ചത് എന്നാ. അതോടുകൂടി പ്രതിപക്ഷത്തിൻ്റെ വായ അടഞ്ഞു പോകും. ഇടിച്ചു നിൽക്കാൻ ശേഷിയുള്ള ഒരു ചെറുപ്പക്കാരൻ ഒരാളെ പ്രതിപക്ഷ നേതാവാക്കാൻ LDFിലില്ലേ? മരുമകനെ പോലും വിശ്വാസം ഇല്ലെന്നല്ലേ തെളിയിച്ചത്? എന്തിനാ ഈ 82 വയസ്സുള്ള ആളിനെ കൊണ്ട് പ്രതിപക്ഷ നേതാവാക്കിയേക്കുന്നത്? അധികാരക്കോതി മാത്രമാണ് ഉത്തരം. കണ്ടില്ലേ, 82 വയസ്സുള്ള പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ വായും പൊളിച്ചിരിക്കുക. അന്നേരം ബാലഗോപാലൻ പറയുക, മുൻ ധനമന്ത്രി, എന്തെങ്കിലും പറയാം സഖാവിന് എഴുതി കൊടുത്താലല്ലേ പറയാനറിയാവൂ. കക്കുന്ന കാര്യത്തിലും മുക്കുന്ന കാര്യത്തിലും നക്കുന്ന കാര്യത്തിലും ഒഴികെ പൊതുജനത്തെ ബാധിക്കുന്ന ഒരു കാര്യത്തിലും ഭരണ പ്രതിപക്ഷങ്ങൾ ഒരു നടപടിയും എടുക്കുകയല്ലെന്ന് മനസ്സിലാക്കി കോടതി പോകേണ്ടതാണെങ്കിൽ പൊതുജനം അതിന് കോടതി പോകാനും തയ്യാറാകണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടും പ്രായമുള്ളവർക്കൊക്കെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള അവസരമാണ്. പേടിച്ച് പൊത്തിക്കയറിയിരിക്കാതെ ഈ കിട്ടിയ പെൻഷൻ പണവും ബാക്കിയുള്ള പണമെല്ലാം അക്കൗണ്ടിലിട്ടിങ്ങനെ പെരുത്തു നിൽക്കുന്നത് കാണാതെ പൊതുജനത്തിന് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.